കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി. കൊള്ളത്തരവും വഞ്ചനയുമാണ് കോൺഗ്രസിന്റെ മുഖമുദ്ര എന്നാണ് അദ്ദേഹം ആരോപിച്ചത്. വരാൻ പോകുന്ന ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP വിജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കോൺഗ്രസ് കൊള്ളയുടെയും വഞ്ചനയുടെയും പാർട്ടിയാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. കോൺഗ്രസിന് മറ്റൊരു ഉറപ്പും നൽകാനാവില്ല. കൊള്ളയടിക്കുമെന്ന ഉറപ്പ് മാത്രമാണ് അവർ നൽകുന്നത്. ഈ സാഹചര്യത്തിൽ ഹരിയാനയിലെ ജനങ്ങൾ ഇപ്പോൾ ബോധവാന്മാരാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ ജനങ്ങൾക്കിടയിൽ വലിയ ആവേശമാണ്. BJP മൂന്നാം തവണയും പൂർണ്ണ ഭൂരിപക്ഷത്തോടെ സർക്കാർ രൂപീകരിക്കും. അധികാരം പിടിക്കാൻ നുണകൾ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അവരെ സംബന്ധിച്ച് പുതുമയുള്ള കാര്യമല്ലെന്നും കോൺഗ്രസിനെ ഉദ്ധരിച്ചുകൊണ്ട് സൈനി പറഞ്ഞു. അയൽ സംസ്ഥാനമായ ഹിമാചലിനെ ഉദാഹരണമായി എടുക്കുക. യുവാക്കൾക്ക് പ്രതിവർഷം 1 ലക്ഷം തൊഴിലവസരങ്ങൾ, സ്ത്രീകൾക്ക് 1500 രൂപ എന്നിങ്ങനെയായിരുന്നു അവരുടെ വാഗ്ദാനങ്ങൾ. എന്നാൽ അവയൊക്കെ എന്തായി? അവർ ഈ വാഗ്ദാനങ്ങൾ പാലിച്ചോ? കോൺഗ്രസിന്റെ വ്യാജ വാഗ്ദാനങ്ങളുടെ ഭവിഷ്യത്തുകൾ ഹരിയാനയിലെ ജനങ്ങൾക്കറിയാം. അവരുടെ കള്ളത്തരം ഇവിടെ ഇനി നടക്കാൻ പോകുന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോൺഗ്രസിന്റെ തെറ്റായ വാഗ്ദാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി BJP പറയുന്നത് നിറവേറ്റും. 18നും 60നും ഇടയിൽ പ്രായമുള്ള എല്ലാ സ്ത്രീകൾക്കും പ്രതിവർഷം 2000 രൂപയും 500 രൂപയ്ക്ക് ഗ്യാസ് സിലിണ്ടറും നൽകുമെന്നാണ് ഹരിയാന തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിലെ പ്രധാന വാഗ്ദാനങ്ങൾ. എന്നാൽ സ്ത്രീകൾക്ക് പ്രതിവർഷം 2100 രൂപ സഹായവും, യുവാക്കൾക്ക് 2 ലക്ഷം സർക്കാർ ജോലി, സംസ്ഥാനത്ത് നിന്നുള്ള അഗ്നിവീറുകൾക്ക് സർക്കാർ ജോലി ഉറപ്പ് എന്നിവയാണ് BJPയുടെ വാഗ്ദാനമെന്നും അദ്ദേഹം പറഞ്ഞു. നേരത്തെ മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പിലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണെന്ന് കോൺഗ്രസുകാർ പറഞ്ഞിരുന്നു. എന്നിട്ട് അവർക്ക് എത്ര സീറ്റ് ലഭിച്ചു? ഹരിയാന ഫലങ്ങൾ അവരെ വീണ്ടും അത്ഭുതപ്പെടുത്തും. BJP വൻ വിജയം നേടും. തുല്യമായ വികസനമാണ് BJP സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നതെന്നും അധികാരത്തിൽ തിരിച്ചെത്തിയാൽ വികസനത്തിന്റെ വേഗത വർദ്ധിപ്പിക്കാൻ പ്രതിജ്ഞാബദ്ധരാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഹരിയാനയിൽ 1ലധികം റാലികളെ അഭിസംബോധന ചെയ്യവേ ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഹരിയാന കോൺഗ്രസിൽ ചേരിപ്പോരുണ്ടെന്ന് പറഞ്ഞിരുന്നു. നേതാക്കൾ സംസ്ഥാനം കൊള്ളയടിക്കാനുള്ള അവസരമാണ് നോക്കുന്നതെന്നും ആരോപിച്ചിരുന്നു. അതേസമയം വികസനം, തൊഴിൽ, സ്ത്രീ ശാക്തീകരണം എന്നിവയ്ക്കായുള്ള ഭരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങൾ BJPയെ സംസ്ഥാനത്ത് വീണ്ടും അധികാരത്തിലെത്തിക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ കോൺഗ്രസ് പാർട്ടി ദളിത് നേതാക്കളോട് അനാദരവ് കാണിക്കുന്നുവെന്നും അതിനെ ദളിത് വിരുദ്ധ പാർട്ടിയെന്നും ഷാ ആരോപിച്ചു. കോൺഗ്രസ് ഭരണകാലത്ത് ദളിതർക്കെതിരെ 2005-ൽ ഗോഹാന സംഭവവും 2010-ൽ മിർഷ്പൂർ സംഭവവും അരങ്ങേറി. അശോക് തൻവാർ, കുമാരി സെൽജ എന്നീ ദളിത് നേതാക്കളോട് കോൺഗ്രസ് എന്നും അനാദരവ് കാണിച്ചിട്ടുണ്ട്. കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്നതുവരെ ഡോക്ടർ BR അംബേദ്കറിന് ഭാരതരത്ന നൽകിയിരുന്നില്ല. എന്നാൽ തങ്ങളാവട്ടെ അംബേദ്കറെ ആദരിക്കുന്നതിനായി പഞ്ചതീർത്ഥം സ്ഥാപിക്കുകയും സംവിധാൻ ദിവാസ് പ്രഖ്യാപിക്കുകയും ചെയ്തുവെന്നും അമിത്ഷാ പറഞ്ഞു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.